നമസ്കാരം. ഇന്ധനവിലയുടെ ഒരു അക്കമാറ്റം പോലും ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റാൻ കഴിയുന്ന കാലം. അതിനിടയിൽ ബാരലിന് $140 വരെ ഉയരുമെന്ന കണക്കുകൂട്ടലോടെ അമേരിക്കയുടെ വില നിയന്ത്രണ തന്ത്രത്തെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുന്ന മുഹമ്മദ് ബഖീർ ഖലീഫ. ഇതൊരു സാധാരണ സാമ്പത്തിക പ്രവചനമല്ല, ഇത് ശക്തമായ രാഷ്ട്രീയ ഭീഷണിയാണ്. ഇറാന്റെ എണ്ണ സമ്പത്തിനെ തകർക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലീഫ. US നടപ്പിലാക്കുന്ന സാമ്പത്തിക തന്ത്രങ്ങൾ തികച്ചും പരാജയമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $140 ഉയരുമെന്നും പറഞ്ഞു വെച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് പ്രതികരണം ഉണ്ടായത്. US സൈനിക നടപടികൾ ആരംഭിച്ച് 3 ദിവസം പിന്നിട്ടിട്ടും ഇറാന്റെ ഒരൊറ്റ എണ്ണ ഉൽപാദന കേന്ദ്രത്തിന് പോലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. ഉപരോധം നീണ്ടാലും ഇറാന്റെ എണ്ണ കിണറുകൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ തുറന്നടിച്ചു. ഇവിടത്തെ എണ്ണക്കിണറുകൾ സുരക്ഷിതമായിരിക്കുന്നത് വേണമെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തി കാണിക്കാമെന്നും അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയെ പരിഹസിച്ച് അദ്ദേഹം കുറിച്ചു. അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിച്ച് ലോക ഊർജ്ജ വിപണിയിൽ ഇറാൻ വീണ്ടും ശക്തമായി കാൽവെക്കുന്നുവെന്ന പ്രഖ്യാപനം കൂടിയാണ്. ഇന്ന് നടക്കുന്ന യുദ്ധം വെറും ആയുധങ്ങളാൽ മാത്രം നടക്കുന്നില്ല, അത് എണ്ണ എന്ന ആയുധത്തിലൂടെയും കൂടിയാണ് നടക്കുന്നത്. ഇറാൻ അതാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വില നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ അതിനെ തകർക്കുന്ന തരത്തിൽ വിപണിയെ കുലുക്കാൻ തയ്യാറെടുക്കുകയാണ്. $140 എന്ന പ്രവചനം സാക്ഷാത്കരിക്കപ്പെട്ടാൽ അതിന്റെ ആഘാതം അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പ്, ഏഷ്യ, ഇന്ത്യ ഉൾപ്പെടെ ലോക സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർച്ചയുടെ വക്കില്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇറാൻ ഒരു ഒറ്റപ്പെട്ട രാജ്യം എന്ന നിലയിൽ ഇനി നിലനിൽക്കുന്നില്ല എന്നതാണ്. റഷ്യയുമായുള്ള ബന്ധം, മിഡിൽ ഈസ്റ്റിലെ സഖ്യങ്ങൾ, ചൈനയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ എല്ലാം ചേർന്ന് ഇറാൻ ഒരു ശക്തമായ ജിയോ പൊളിറ്റിക്കൽ കളിക്കാരനാക്കി മാറ്റിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ എണ്ണവില ഉയർത്താനുള്ള നീക്കം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, അത് ഒരു ജിയോ പൊളിറ്റിക്കൽ ആയുധം കൂടിയാണ്. അമേരിക്കയുടെ നിലപാട് ഇവിടെ പരീക്ഷിക്കപ്പെടുകയാണ്. വർഷങ്ങളായി ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് ഇറാനെ നിയന്ത്രിക്കാൻ ശ്രമിച്ച അമേരിക്ക ഇപ്പോൾ ഒരു പുതിയ വെല്ലുവിളി നേരിടുന്നു. എണ്ണവില കുതിച്ചുയർന്നാൽ അത് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ബാധിക്കും. ഇന്ധനവില ഉയരുന്നത് നേരിട്ട് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അതോടെ സർക്കാരിനുള്ള സമ്മർദ്ദം ഇരട്ടിയാകും. ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഒരു വലിയ ആശങ്കയുടെ മുൻപിലാണ്. എണ്ണവില ഉയരുന്നത് ഗതാഗത ചെലവുകൾ മുതൽ ഭക്ഷ്യവില വരെ എല്ലാം ഉയർത്തും. ഇതിനകം തന്നെ സാമ്പത്തിക സമ്മർദ്ദം അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരിക്കും. ഇന്ത്യ പോലുള്ള ഇറക്കുമതി ആശ്രിത രാജ്യങ്ങൾക്ക് ഇത് വലിയ ആഘാതമായി തീരും. പക്ഷേ ഇറാന്റെ ഈ നീക്കത്തിന് പിന്നിൽ മറ്റൊരു വലിയ സന്ദേശം കൂടിയുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ശക്തരാണ് എന്ന്. യുദ്ധവും ഉപരോധങ്ങളും ഉണ്ടായിട്ടും ഇറാൻ തകർന്നിട്ടില്ല എന്ന് ലോകത്തോട് തെളിയിക്കാനുള്ള ശ്രമമാണ്. എങ്കിലും ഈ അവസ്ഥയെ ഇറാൻ പൂർണ്ണമായും മേൽക്കൈ നേടുന്നു എന്ന രീതിയിൽ മാത്രം കാണുന്നത് യാഥാർത്ഥ്യത്തെ ലളിതമാക്കും. എണ്ണവില അത്ര ഉയർന്നാൽ അത് ഇറാന്റെ സഖ്യ രാജ്യങ്ങളെയും ബാധിക്കും. വിപണി പ്രതികരണങ്ങളും അനിശ്ചിതമാണ്. പക്ഷേ ഈ പ്രഖ്യാപനം മാത്രം പോലും വിപണിയിൽ ആശങ്ക ഉയർത്താൻ മതി. അതാണ് ഇറാന്റെ ലക്ഷ്യവും. ലോകം ഇപ്പോൾ ഒരു പുതിയ യുദ്ധഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് ബുള്ളറ്റുകളുടെ യുദ്ധമല്ല, ബാരലുകളുടെ യുദ്ധമാണ്. എണ്ണവിലയുടെ ഓരോ ഉയർച്ചയും ലോക രാഷ്ട്രീയത്തിലെ പുതിയ സംഘർഷങ്ങൾക്കുള്ള സൂചനയായി മാറും. ഇറാൻ മുന്നേറ്റം ശക്തമാക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളെല്ലാം ഇപ്പോൾ ഒരു വലിയ ഭീഷണിയുടെ മുനമ്പിൽ നിൽക്കുകയാണ്. ഇനി ചോദ്യം ഒറ്റത്തവണ മാത്രം: ഈ എണ്ണ യുദ്ധം ലോകത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളുമോ, അല്ലെങ്കിൽ പുതിയ ശക്തി സമവാക്യങ്ങൾ സൃഷ്ടിക്കുമോ? ഉത്തരത്തിനായി ലോകം ഉറ്റുനോക്കുന്നു.